അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോട്ടിവേഷൻ സ്പീക്കറുടെ വായിൽ നിന്ന് വരുന്ന നിരന്തരമായ അസഭ്യ വാക്കുകൾ സഹിക്കാൻ കഴിയാതെ പ്രേക്ഷകർ ചോദ്യം ചെയ്ത ഒരു വീഡിയോ ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്ന ഒരു പരിപാടിയായിരുന്നു. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കുറഞ്ഞ നേരം ഒന്ന് കാണാം. ആയിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് അന്തസ്സായിട്ട് ജീവിക്കണം. കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ് ഓക്കെ, ഇതായിരുന്നു ആ വീഡിയോ. മോട്ടിവേഷൻ സ്പീക്ക് നമ്മൾ പരിപാടി നടത്തുന്നത് തന്നെ എന്തിനാണ്? പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കാറുണ്ട്, ബിസിനസ്സുകാർക്ക് സംഘടിപ്പിക്കാറുണ്ട്, ഇങ്ങനെ പല പൊതുജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പല പരിപാടികളും നമ്മുടെ നാടുകളിൽ നടന്നു വരാറുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഒരു ബിസിനസ്സുകാർക്കാകുമ്പോൾ അവരുടെ ബിസിനസ്സിൽ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും പല പാളിച്ചകളും അവരുടെ ബിസിനസ്സിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറാം, ഇതിനെ എങ്ങനെ മറികടക്കാം, ബിസിനസ്സിനെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം, ബിസിനസ്സിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ബിസിനസ്സിൽ അവർക്കൊരു പ്രചോദനം, അവർക്കൊരു ആവേശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രഭാഷകരെ വിളിച്ച് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുത്തുകൊണ്ട് ഇത്തരം പ്രഭാഷകരെ വിളിപ്പിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നത്. അല്ലാതെ ഇവരുടെ വായിലിരിക്കുന്ന മുഴുവൻ വൃത്തികേടുകളും കേൾക്കാനല്ല എന്ന് പ്രത്യേകം ഇത്തരം പ്രഭാഷകർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാടുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇത്തരം മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അതെന്തിനാണ്? ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ പഠനത്തിൽ ഉയർന്ന നിലവാരം ഉണ്ടാക്കിയെടുക്കാം, പഠനത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രഭാഷകരെ വിളിക്കുന്നത്. അല്ലാതെ അവരുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഇവർ കേട്ട് സഹിച്ചിരിക്കണം എന്നൊരു നിബന്ധനയുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യവുമില്ല. പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് തൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, തന്നെക്കാൾ പ്രായക്കൂടുതലുള്ളവരുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രേക്ഷകരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ മാനിക്കണം. കാരണം അവരാണ് ഈ വ്യക്തിയെ ഇത്രത്തോളം ഉയരത്തിലേക്ക് എത്തിച്ചത്. ഒരു 10-200 ആളുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ വിധം ഉയർച്ചയിലേക്ക് എത്തിച്ചത് ഈ പ്രേക്ഷകരാണെന്ന ബോധം പ്രസംഗിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കർ ആകട്ടെ അല്ലാത്തവരാകട്ടെ ഏത് പ്രഭാഷകരായിരുന്നാലും ശരി, ആ ഒരു കാര്യം പ്രത്യേകം അവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ, കഴിവുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനും ആ ഉയർച്ചയിൽ അവർക്കെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ആ സ്പോട്ടിൽ തന്നെ അവരെ താഴേക്കിടാനും മലയാളികൾക്ക് നല്ല മുൻപരിചയമുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മോട്ടിവേഷൻ, ഇത്തരം സ്പീക്കിംഗ്, ഇത്തരം പ്രഭാഷണം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല രസകരമായ രൂപത്തിൽ, വളരെ രസകരമായ രൂപത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കൊടുത്ത് അവരെ നല്ലൊരു പ്രചോദനം കൊടുക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരം ആളുകളുടെ പേരൊന്നും ഞാൻ എടുത്ത് പരാമർശിക്കുന്നില്ല. ഏതായിരുന്നാലും ഇത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മുന്നിലിരിക്കുന്നവർ വെറും ഊളകളാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾ മാറ്റിയെടുക്കണം. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവർക്കൊരു ഊർജം പകരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കാനോ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ അസഭ്യവാക്കുകളും കേട്ട് സഹിച്ച് ക്ഷമിച്ചിരിക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല. ഏതായിരുന്നാലും ഇത്തരം പരിപാടികൾക്ക് വരുന്ന പ്രഭാഷകർക്ക് ശ്രോതാക്കളോടും പരിപാടി സംഘടിപ്പിച്ച സംഘാടകരോടും പ്രതിബദ്ധതയുണ്ട്. ഒരിക്കലും അവരെ വില കുറച്ച് കാണിക്കുന്ന ഒരു സംസാരമോ ഒരു പെരുമാറ്റമോ ഇത്തരം പ്രഭാഷകരിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.